നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനെ പറ്റിയിട്ട്. ഓൾറെഡി എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. പുതിയ ഒരുപാട് പേര് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പുതിയ ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ കടക്കാൻ പോകുന്നവർക്ക് ഇതൊരു പുതിയ അറിവും, കടന്നു വന്നിരിക്കുന്നവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ മൂഡുമാണ് കൂടുതലായിട്ടും ഈ നിമിഷത്തിലുള്ളത്. അതിനകത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് ഒരുവിധം സ്കോർ ചെയ്ത ആൾക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. കോമൺ ആയിട്ട് ഞാൻ അങ്ങ് പറയാം. അപ്പൊ നമ്മൾ ഇനിയും തൊട്ട് ചെയ്യാൻ പോകുന്നത്, കുറെ പേര് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, കോമൺ പ്രിലിംസ് ആണെന്ന് അറിയാം, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സഹിതം പല എക്സാംസും നെക്സ്റ്റ് ഇയർ വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഫോക്കസ് ചെയ്ത് നമ്മൾ ഇപ്പൊ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങേണ്ട ഒന്നാണ് ഈ കോമൺ പ്രിലിംസ്, ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പഠിച്ചു പോകാൻ ഏറ്റവും നല്ലൊരു സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് 2022 തൊട്ട് PSC നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് അതിന്റെ മേഖല തിരിച്ചറിഞ്ഞ് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാ ദിവസവും ഒരു മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. മിനിമം ഒരു മണിക്കൂർ. കാരണം ഇപ്പൊ ഒക്ടോബർ മാസം ആയിട്ടേ ഉള്ളൂ, ഇന്ന് ഒക്ടോബർ 1 ആയിട്ടേ ഉള്ളൂ. നമുക്ക് എങ്ങനെ പോയാലും ഒരു 6 മാസം പ്രിലിംസിന് വേണ്ടിയിട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ 6 മാസം കൊണ്ട് കുറെ പഠിച്ചു പോകുന്നതിനപ്പുറത്തോട്ട് PSCയുടെ ട്രെൻഡ് അറിഞ്ഞു പഠിക്കുക. കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷമായിട്ട് PSC എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് പഠിക്കുക. അപ്പൊ ഞാൻ ഇനി മുന്നോട്ടുള്ള ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അത് വെച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതായത് ഇനി അങ്ങോട്ട് വീഴാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന്റെ എല്ലാം തന്നെ ക്ലാസ്സുകൾ 2022 തൊട്ട് PSC നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഒരു 15 മിനിറ്റ്, ചിലപ്പോൾ 20 മിനിറ്റ് ഒക്കെ കാണൂ. ആ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓരോ 1, 2, 3 ക്വസ്റ്റ്യൻസ്, മാക്സിമം 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനേ നേരം കിട്ടും. അത് എടുക്കുന്നു, നമ്മൾ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കംപ്ലീറ്റ് പഠിച്ചു പോകുന്നു. ഓക്കെ, അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി വരാൻ സാധ്യതയുള്ള 1-2 മോഡൽ ക്വസ്റ്റ്യൻസ് ആ വീഡിയോയിൽ കാണും. അതാണ് നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് കൂടെ ഇത് ചെയ്യുക. നല്ല ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. ആ ഒരു എക്സാം ആവുന്ന സമയത്ത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ആലോചിക്കുക, ചെറിയൊരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വലുതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇതിനെ കാണണ്ട, വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2022 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസറിന്റെ ഒക്കെ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ എടുക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ്. കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 3 ചോദ്യങ്ങളും വന്നിട്ടുള്ളത് ഏത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണെന്ന് പഴയ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ശ്രീധര മേനോൻ സാറിന്റെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടുള്ള ഡയറക്റ്റ് ചോദ്യമായിരുന്നു ഇത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന തരത്തിലുള്ള ചോദ്യമാണോ എന്ന് നോക്കാം. അല്ലല്ലോ. അപ്പൊ ഒരുവിധപ്പെട്ട ആൾക്കാർക്ക്, വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് കിട്ടില്ല. ജസ്റ്റ് മാർത്താണ്ഡവർമ്മയുടെ ഔട്ട്ലൈൻ മാത്രം പഠിച്ചാൽ ഈ ഒരു കാര്യം ആൻസർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ, കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അപ്പൊ കേരളത്തിലെ ഡച്ച്, അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ്, അതുപോലെ പോർച്ചുഗീസുകാരുടെ വരവ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആ പുസ്തകത്തിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ നോക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നമ്മൾ മൊത്തം പഠിച്ചേ പറ്റും. ദെൻ ഐക്യ കേരള പ്രസ്ഥാനം അല്ലെങ്കിൽ കേരളത്തിന്റെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതും ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത് നിങ്ങൾ മാക്സിമം അതിൽ നിന്നും നോളജ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ അറിവ്, ആ ഒരു ഒറ്റ ടോപ്പിക്, ഇപ്പൊ ഐക്യ കേരള പ്രസ്ഥാനം ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. അത് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് ചെറിയൊരു എക്സാമിനാണെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ LDCയോ അല്ലെങ്കിൽ പ്രിസണർ ഓഫീസർ ഒക്കെ എഴുതാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓരോരോ ടോപ്പിക്ക് നമ്മൾ അറിയാതെ കവർ ചെയ്ത് മുന്നോട്ട് പോകും. അതേസമയം ഓരോ ടോപ്പിക് എടുത്ത് വെച്ചിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇനിയിപ്പോ ഞാൻ കേരള അറൈവൽ ഓഫ് യൂറോപ്യൻസ് പഠിച്ചേക്കാം, ടൈം ടേബിൾ എഴുതി റെഡിയാക്കി, എന്നിട്ട് അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വലിയൊരു ഏരിയ നമ്മൾ കവർ ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യും. ക്വസ്റ്റ്യൻ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പൊ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു രീതിയിലുള്ള പാറ്റേൺ ആയിരിക്കും. അപ്പം ഇതിനകത്ത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് പറയാം. നമ്മളത് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.